ABC മലയാളത്തിലേക്ക് ശ്രീ KM ഷാജഹാന് സ്വാഗതം. ഈ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എമ്പുരാൻ സിനിമ. ഷാജഹാൻ ഇത് കണ്ടു കഴിഞ്ഞതാണ്, വേണ്ട തരത്തിൽ വിലയിരുത്തുകയും ചെയ്തു. പക്ഷേ ഒരു കലാപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ ഏത് തരത്തിലാണ് ഇതിനെ സമീപിക്കാവുന്നത്? അതിൽ ഞാൻ യഥാർത്ഥത്തിൽ ഒരു സ്ഥിരം സിനിമ ആണെന്നൊരു പ്രേക്ഷകനോ ഒരു റിവ്യൂ ചെയ്യുന്നൊരു ആളോ അല്ല. എനിക്കുള്ള യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ 5-6 വീഡിയോകൾ സിനിമകൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സിനിമ കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഇറങ്ങിയ സിനിമ ഉണ്ട് ലൂസിഫർ, ഞാൻ കണ്ടിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇത് കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെക്കുറിച്ചിട്ട്. പല തരത്തിലുള്ള വലിയ തോതിലുള്ള മുതൽ മുടക്ക് പല രാജ്യങ്ങളിൽ. പിന്നെ ലൂസിഫർ ആദ്യം കണ്ടതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച കാണണം എന്നുള്ളത്. പിന്നെ അത് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ 100 കോടി ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇപ്പം തന്നെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ബുക്ക് മൈ ഷോ എന്നും പറഞ്ഞൊരു സെർച്ച് എഞ്ചിനുണ്ട്, അതിൽ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അത് ഹാങ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹൈപ്പ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതൊന്ന് കാണാം എന്ന് വിചാരിച്ചത്. കണ്ട ഉടനെ തന്നെ ഒരു റിവ്യൂ പോലൊരു കാര്യം ഞാൻ ചെയ്തു. അതിൽ ഞാൻ പറഞ്ഞു വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കലാരൂപം എന്നുള്ള നിലയിൽ, ഒരു സിനിമ എന്നുള്ള നിലയിൽ ഇത് എന്നെ അത്ര തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വിശദമായി തന്നെ ഞാൻ പറഞ്ഞു. 5-6 രാജ്യങ്ങളിലേക്ക് വെച്ചെടുത്തിട്ടുള്ള സിനിമ. മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലൊരു സൂപ്പർ സ്റ്റാർ. ആ സൂപ്പർ സ്റ്റാറിനെ യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ നമുക്കൊരു ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ടാണ് ഫീൽ ചെയ്യുക. അയാളുടെ സംഭാഷണം തന്നെ ഒരു 2 ഡസനിൽ കൂടുതൽ സംഭാഷണം ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രായത്തിൻ്റെ പല പ്രശ്നങ്ങളുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ മുഖത്ത് ഈ പേശികളൊന്നും അനങ്ങാത്തതുകൊണ്ട് മുഖത്തൊന്നും വികാരമില്ല, ഡയലോഗിലൊന്നും വികാരമില്ല. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ പ്രായമായി കഴിയുമ്പോഴത്തേക്കും മുഖം നമ്മൾ വിചാരിക്കുന്ന പോലെ പെരുമാറണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള നിർവികാരമായിട്ടുള്ള കുറേ ഡയലോഗുകൾ നമ്മൾ വിചാരിക്കുന്ന അതിൻ്റെ ഒരു 4-1 സീനിൽ പോലും ഇല്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനതൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് വിമർശിച്ചു. പിന്നെ അയാളുടെ ഒരു സഹകാരിയായിട്ട് പൃഥ്വിരാജ് വരുന്നുണ്ട്. പൃഥ്വിരാജിനൊന്നും ആ സിനിമയിൽ യാതൊരു റൂളും ഇല്ല. അയാൾ ഇങ്ങനെ ഭയങ്കര ബലം പിടിച്ചു ഈ സ്റ്റൺ ഗണ്ണുമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, എന്തൊക്കെയോ 2-3-4 ഡയലോഗുകൾ പറയുന്നു. പ്രധാനമായിട്ടും ഈ പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും ആ സിനിമയിലെ പ്രധാനപ്പെട്ട പണിയായിട്ട് ഞാൻ പറഞ്ഞത് തല്ലിക്കൊല്ലുക എന്നുള്ളതാണ്. തല്ലുക, കൊല്ലുക, ചവിട്ടുക, തൊഴിക്കുക, കാലൊടിക്കുക, കൈയടിക്കുക, വെടിവെച്ച് കൊല്ലുക, ഇതാണ് മെയിൻ പരിപാടിയായിട്ട് തോന്നിയത്. പിന്നെ ആകപ്പാടെ അതിനകത്ത് കുറച്ച് റോള് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നാവുന്നത് മഞ്ജു വാര്യരാണ്. പക്ഷെ ആ മഞ്ജു വാര്യർ പോലും എനിക്കതൊരു AI ക്രിയേറ്റഡ് ക്യാരക്ടറായിട്ടാണ് തോന്നി. വളരെ നിർവികാരതയാണ് ശരിക്കും വികാരം. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഭിനയം എന്ന് പറഞ്ഞാൽ വികാരമില്ലാതെ അഭിനയിക്കലാണ് സിനിമാഭിനയം എന്ന് നമുക്ക് അത് കണ്ടാൽ തോന്നും. കാരണം അതിനകത്ത് ഒരു നടനും അഭിനയിക്കുമ്പോൾ മുഖത്ത് വികാരമില്ല. ഇവർ നിർവികാരമായിട്ട് എന്തൊക്കെ വന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ അതൊരു വമ്പൻ ഫ്ലോപ്പായിട്ടാണ് എനിക്ക് അത് തോന്നിയത്. പിന്നെ ഇതിൻ്റെ മറ്റേ രാഷ്ട്രീയ വശങ്ങളിലേക്ക് പോയാൽ, അതെ. അപ്പം അന്ന് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാനതിൻ്റെ ഈ കലാപരമായ അതൊരു ഫ്ലോപ്പാണ് എന്നുള്ള വിഷയം മാത്രമാണ് ഞാൻ കൈകാര്യം ചെയ്തത്. അപ്പോൾ അത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതിനുശേഷമാണ് ഇത് രാഷ്ട്രീയമായിട്ടുള്ളൊരു മെറ്റമോർഫോസിസ് ഇതിനകത്തേക്ക് വന്നത്. ആ നിലയിൽ നമ്മളതിനെ രണ്ടാമതൊന്ന് നമ്മൾ ഒരു റീവിസിറ്റ് ചെയ്യുമ്പോൾ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് അണ്ടർപിന്നിങ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നും. അതിലൊന്നാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ BJP വിരുദ്ധ, ദേശദ്രോഹ, രാജ്യവിരുദ്ധ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. അത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ അതിനെ ഇപ്പം ചെയ്യുന്നത് പോലെ അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലാണോ അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് പ്രശ്നം. കാരണം ചരിത്രത്തിൽ നടന്നൊരു സംഭവം, അത് തെറ്റോ ശരിയോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ അത് പറയുമ്പോഴും അത് ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ്. അതിനെ
ഒന്ന് റീഇൻവെൻറ്റ് ചെയ്യുന്നു എന്നാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചരിത്രത്തിൽ നടന്ന ഒരുപാട് സംഭവവികാസങ്ങൾ ഇതിനു മുമ്പ് സിനിമയിൽ പിന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെയുള്ള നടന്ന ഒരുപാട് സംഭവങ്ങളിൽ ഇപ്പോൾ ജാലിയൻ വാലാബാഗ്, സ്വാതന്ത്ര്യ സമരം തന്നെ, അടിയന്തരാവസ്ഥ. ഇപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അടിയന്തരാവസ്ഥ സംബന്ധിച്ച് ഇന്ദിരാഗാന്ധിയെയൊക്കെ ഭയങ്കരമായി വിമർശിക്കുന്ന ഇന്ദിരാഗാന്ധി നായിക ആയിട്ടൊരു സിനിമ ഇപ്പോൾ അടുത്തിറങ്ങി, കങ്കണ റണൌട്ട്, മനസ്സിലായി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെതിരെയും ഇതുപോലെ വിമർശനം വരേണ്ടതാണ്. അപ്പോൾ ചരിത്രത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ കലാകാരന്മാർ കലാസൃഷ്ടികളാക്കിയിട്ടുണ്ട്. അത് പിന്നെ ഞാൻ പറയും, ഇപ്പോൾ മുസ്ലിംസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എന്താണ് അതിൻ്റെ പേരെന്താ, ഇന്ത്യ അല്ല മറ്റേ 32,000 സ്ത്രീകളെ മറ്റേ ഇതിന് അതിൻ്റെ പേരെന്തായിരുന്നു ആ സിനിമ, ഇന്ത്യ ഇപ്പം അടുത്ത് വന്നൊരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പല മതവിഭാഗങ്ങൾക്കെതിരായി എതിരാണെന്ന് തോന്നിക്കുന്ന പണ്ട് നാടകത്തിലെ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരുപാട് ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ കലാസൃഷ്ടികളായി ഇവിടെ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതും ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ചർച്ച ചെയ്യപ്പെട്ട ആ സംഭവം സ്വമേധയാ പിന്നെ എഡിറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും അത് സ്വമേധയാ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കമ്പൽഡ് ആയിട്ടുള്ള ഒരു എഡിറ്റിങ്ങാണ് അതിനകത്ത് നടന്നിട്ടുള്ളത്. അത് പോസിറ്റീവാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ CPM ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാകും പിണറായി സർക്കാർ, അല്ലേ? നമ്മൾ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയെക്കുറിച്ച് പോലും നമ്മളത് പറയുന്നുണ്ട്. കാരണം ഹൈക്കോടതിയിൽ 10 വർഷമായിട്ട് പിണറായി എടുത്ത ഒരു നടപടിക്കെതിരായിട്ട് ഒരു വിധിയും വന്നിട്ടില്ല കേരള ഹൈക്കോടതി. ഇപ്പോൾ ഈ അവസാനം പോലും കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വിധി എന്താ? പിണറായി വിജയനാണോ കേസ് തള്ളിപ്പോയി? അതാണല്ലോ, അല്ലേ? കഴിഞ്ഞ ദിവസം മാസപ്പടിയുടെ വിധി വന്നു. മാസപ്പടിയുടെ വിധി വന്ന അന്ന് ആർക്കും അതൊരു വാർത്തയല്ലായിരുന്നു. കാരണം എന്താ, അതെങ്ങനെയാണ് വരാൻ പോകുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മനസ്സിലായി? ഇപ്പം നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നു. വിധിയുടെ അന്ന് ആ കോടതിയിൽ ഞാനുണ്ട്. ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുടെ അന്ന് കോടതിയിൽ ഞാനുള്ളപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പത്രപ്രതി അവിടെ ഇല്ല. കാരണം ഇത് തള്ളുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെല്ലാം ഭീതിയുടെ ഒരു അന്തരീക്ഷമാണ്. സാംസ്കാരിക നായകർ മിണ്ടുന്നില്ല, ഭീതിയുടെ അന്തരീക്ഷം. അപ്പം ആ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി കമ്പൽഡ് ആയിട്ടുള്ളൊരു എഡിറ്റിംഗാണ് നടക്കുന്നത്. അതപ്പോൾ BJP ചെയ്ത് കഴിഞ്ഞാലും CPM ചെയ്ത് കഴിഞ്ഞാലും അടിസ്ഥാനപരമായി അതിൻ്റെ ഡിനോമിനേറ്റർ ഭയമാണ്. ആ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ശരിയോ? അപ്പോൾ ഇതിനകത്ത് മോഹൻലാൽ മാപ്പ് ചോദിച്ചിരിക്കുന്നത് അതിലെന്തെങ്കിലും അർത്ഥം? ഞാനൊരു കാര്യം തുറന്നു പറയാം. എനിക്കതിനകത്ത് ഒരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം മോഹൻലാൽ ഒരു നടനാണ്, അതുല്യനായിട്ടുള്ളൊരു നടനാണ്, ഞാൻ ബഹുമാനിക്കുന്നൊരു നടനാണെന്ന് പറയുമ്പോഴും മോഹൻലാൽ എത്ര നടനാണോ അതിനേക്കാൾ കൂടുതൽ മോഹൻലാൽ പച്ചയായ ഒരു കച്ചവടക്കാരനാണ്. ഔട്ട് ആൻഡ് ഔട്ട് ബിസിനസ്സുകാരനാണ് അയാൾ. അപ്പോൾ സ്വാഭാവികമായും ബിസിനസ്സുകാരനായിട്ടുള്ള അയാൾക്ക് ഒരു കാരണവശാലും മാപ്പ് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ അയാളുടെ കാര്യം ഇപ്പോൾ ആശീർവാദ് സിനിമാസ് എടുത്തു നോക്കൂ. ആശീർവാദ് സിനിമാസിൻ്റെ ഉടമ ആൻ്റണി പെരുമ്പാവൂർ ആരാണ്? ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ ബിനാമിയാണെന്ന് പറഞ്ഞ് ഞാൻ 1 വർഷത്തിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. 3 ലക്ഷം ആളുകൾ കണ്ടാണ്. ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു കള്ളക്കച്ചവടമാണ്. കള്ളക്കച്ചവടം നടത്തുന്നതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നടൻ മോഹൻലാലാണ്. മറ്റു പലർക്കും കച്ചവടങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ അതിനേക്കാൾ ഈ എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെ എന്ന് പറഞ്ഞ മോഹൻലാലിനേക്കാളൊക്കെ വളരെ താഴെ ചില്ലറ ബിസിനസ് നടത്തുന്നവരാണ്. പക്ഷേ സിനിമാ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടവും അനധികൃത കച്ചവടവും നടത്തുന്ന ഒരാൾ മോഹൻലാൽ എന്ന നടൻ മാത്രമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണമാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ മോഹൻലാലിനെ 80കളിൽ ഒരു സിനിമാ സെറ്റിൽ വെച്ച് ഇയാൾ എന്താണ് ആൻ്റണി പെരുമ്പാവൂർ കൊണ്ടുപോകുക, കൈ കാണിച്ചു, വിളിച്ചു, ഒന്നുമല്ല. അതൊക്കെ ഫീൽ ഗുഡ് സ്റ്റോറിയാണത്. ഞാനൊരു 3 മാസങ്ങൾക്ക് മുമ്പ് കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞു, വക്കം പുരുഷോത്തമൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിൻ്റെ അനധികൃത സമ്പാദ്യം, ഇൽ ഗോട്ടൺ വെൽത്ത്, ആ വെൽത്ത് സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള കണ്ടിയൂയിറ്റായിരുന്നു ആൻ്റണി പെരുമ്പാവൂർ. അങ്ങനെ വക്കത്തിൻ്റെ അനധികൃത സ്വത്ത് സിനിമയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം, അത് അതിന് സഹായിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അയാളുടെ പേര് ഞാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ റെയിൽവേയിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ മോഹൻലാലിൻ്റെ
ഈ വക്കം പുരുഷോത്തമൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു. മോഹൻലാലുമായിട്ടും വലിയ ബന്ധമായിരുന്നു. മോഹൻലാലിൻ്റെ അമ്മായിയപ്പനുണ്ട് ബാലാജി ആയിട്ടുമൊക്കെ അടുത്ത ബന്ധം പിന്നെ സൂക്ഷിക്കുന്ന ഒരു റെയിൽവേയിൽ ഉന്നത ഉദ്യോഗസ്ഥനുണ്ട്, അയാളുടെ പേര് അയാൾ വഴിയാണ് ഇത് ഈ ഇൽ ഗോട്ടൺ വെൽത്ത് സിനിമയിലേക്ക് മോഹൻലാൽ 80s കൊണ്ടുവന്നതെന്ന് കാര്യകാരണ സഹിതം വിത്ത് ഓൾ എവിഡൻസ് ഞാൻ പറഞ്ഞിട്ട് 1 മാസമായിട്ടും എനിക്കതിലൊന്നുമില്ല. അപ്പോൾ അന്ന് മുതൽ തന്നെ ഞാൻ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു. 90s തന്നെ മിഡ് 90s മറ്റോ ആൻഡമാനിൽ വെച്ച് ചെയ്തതാണ് കാലാപ്പാനി, മോഹൻലാൽ നായകനും പ്രിയദർശൻ സംവിധാനം. ആ സിനിമയുടെ പുറകിലും വക്കം പുരുഷോത്തമൻ്റെ കള്ളപ്പണം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണം ഞാൻ അതിനകത്ത് ഉന്നയിച്ചിരുന്നു. എന്തോ ലഫ്റ്റനന്റ് ഗവർണർ അത് ഞാൻ പറഞ്ഞിരുന്നു. ഒരു മറുപടി അതിനകത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം നമ്മളൊന്ന് നോക്കിയേ. മോഹൻലാലിന് പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, മോഹൻലാലിന് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുണ്ട്, മോഹൻലാലിന് ഈ പ്രീ പ്രോസസ്സിങ് ലാബുണ്ട്, മോഹൻലാലിന് തിയേറ്ററുമുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു നടൻ കേരളത്തിൽ മോഹൻലാൽ മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമകൾ 90% മോഹൻലാൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് തന്നെ ശരിക്കും കോമ്പറ്റീഷൻ നിയമത്തിനെതിരാണ്. വിജയനാഥ് മോഹൻലാലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മോഹൻലാൽ പറയും, പിന്നെ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഇടപെടാൻ പാടുള്ളൂ, ഞാൻ അഭിനയിക്കുന്ന സിനിമ പിന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഈ സിനിമ കംപ്ലീറ്റ് ഒരു മോണോപ്ലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു കച്ചവടക്കാരനാണ് അദ്ദേഹം. ആ കച്ചവടക്കാരൻ അയാളുടെ കച്ചവടത്തിന് പ്രശ്നം വരുമെന്ന് പറയുമ്പോൾ അയാൾ മാപ്പ് പറയുന്നതെന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി. പക്ഷേ സിനിമാ രംഗത്ത് അയാൾ ഏറ്റവും വലിയ ഒരു ചതി ജനങ്ങളോട് കാണിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ കാണേണ്ടി വരും. അയാളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൻ്റെ സിനിമ കാണുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകളെ എനിക്കെതിരായി, അതുകൊണ്ട് ഞാൻ മാപ്പ് പറയുന്നു. അങ്ങനെ മാപ്പ് പറയുമ്പോൾ സിനിമ വിജയിപ്പിച്ച വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് ഇവിടെ, അയാളുടെ ഫാൻസ്. അവരെ ചതിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ സത്യത്തിൽ ഇപ്പം ചെയ്ത ഈ പണിയുടെ ഭാഗമായി ഈ സിനിമാഭിനയം എന്ന് പറഞ്ഞ പണി തന്നെ അയാൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അത്രയ്ക്ക് വലിയൊരു ചതിയാണ് അയാളുടെ സിനിമകൾക്ക് പിന്തുണ കൊടുത്തിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങളോട് ചെയ്തത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും എന്നറിയാം. അപ്പോൾ ഈ റീ എഡിറ്റ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഇതിനകത്ത് മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതെല്ലാം ഈ സിനിമയ്ക്ക് ഗുണമാവിച്ചതാണ്. ഈ സിനിമ യഥാർത്ഥത്തിൽ ഇത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ഞാൻ രാവിലെ 9:00 കാണുമ്പോൾ തന്നെ ആ തിയേറ്ററിൽ പകുതി ആളെ ഉള്ളായിരുന്നു. ഫസ്റ്റ് ഡേ ആണ് ഞാൻ കണ്ടത്. പക്ഷേ ഇതിപ്പോൾ എന്ത് സംഭവിച്ചു? ഇതോടുകൂടി ഈ സിനിമ വിജയിച്ചു. ഈ സിനിമ ഈ ആളിൽ അന്തം വിട്ട് കയറി കാണും. പിന്നെ ഇതിനോട് ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ സിനിമ യഥാർത്ഥത്തിൽ സഹായിച്ചത് ആരെയാണെന്നറിയാം? ഈ സിനിമ യഥാർത്ഥത്തിൽ ഔട്ട് ആൻഡ് ഔട്ട് സഹായിച്ചത് ഇവിടുത്തെ UDF-കാരെയും ഇവിടുത്തെ കോൺഗ്രസ്സുകാരെയും. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം അവർക്കാണ് ഈ സിനിമ വഴി ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമയ്ക്കകത്ത് IUF എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ UDF-ആണ്. IUF-ൻ്റെ മുഖ്യമന്ത്രി അതിനകത്തുനിന്ന് പോയി BJP-ആയിട്ട് ബന്ധമുണ്ടാക്കുക. അതാരാ? പിണറായിയാണ്. അതിനകത്ത് പിണറായിയുടെ നയങ്ങളെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. കറുത്ത മാസ്ക് വെക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. മെഗാ തിരുവാതിരയുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പിന്നെ മഞ്ജു വാര്യർ സമരം ചെയ്യുമ്പോൾ അവർ IUF-ന് അകത്തു നിന്ന് തന്നെയാണ് സമരം ചെയ്തത്. മനസ്സിലായോ? IUF യഥാർത്ഥത്തിൽ UDF-ആണ്. RPF എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതാണ് CPM. അതിനകത്ത് പിന്നെ BJP-യുടെ നേതാവായിട്ട് യഥാർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത് സൂരജ് വെഞ്ഞാറമൂടിനെയാണ്. അയാളെയൊക്കെ അങ്ങ് പച്ചയ്ക്ക് അയാൾക്ക് ഭാഷ പോലും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക ചെയ്തത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ മഞ്ജു വാര്യർ വരുന്നു. ആ മഞ്ജു വാര്യരുടെ പേരെന്താണെന്നറിയാം? അതിനകത്ത് പ്രിയദർശിനി. എന്നിട്ട് മഞ്ജു വാര്യർ പ്രസംഗിക്കാൻ വരുമ്പോൾ ഇടുന്ന സാരിയുണ്ട്, അത് ത്രിവർണ്ണ പതാകയാണ്. എന്നിട്ട് ആ മഞ്ജു വാര്യരെ ED-യും NIA-യും ഒന്ന് അറസ്റ്റ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ സിനിമ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കോൺഗ്രസ്സുകാരെയാണ്. പക്ഷേ അവന്മാർക്കത് മനസ്സിലായിട്ടില്ല. അതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.